ആം ഗെയിം സിനിമയുടെ 15 ദിവസത്തെ മാസീവായിട്ടുള്ള ഫൈറ്റ് സീക്വൻസിൻ്റെ ഷെഡ്യൂള് ഉടനെ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അൻബരവ് മാസ്റ്റേഴ്സാണ് സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. വേഫാർ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിൽ നഹാസ് സംവിധാനം ചെയ്യുന്ന സിനിമ നിലവിൽ അടുത്ത വർഷം 2026 ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെല്ലാം ഈ ഒരു വിവരം ഇൻഫോം ചെയ്തിട്ടുണ്ട്. HM എൻ്റർപ്രൈസസ് ആണ് ശിവകാർത്തികേയൻ്റെ പരാശക്തി സിനിമയുടെ കേരള തിയേറ്ററുകൾ റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ജനുവരി 14 ഈ ഒരു സിനിമയുടെ റിലീസ്. മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമയുടെ കേരള പ്രീസെയിൽ ഏകദേശം 1,50,00,000 ആയിട്ടുണ്ട്. സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ 2 കോടിക്ക് മുകളിലുണ്ടാകുമെന്നാണ് മൂവി ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. കളങ്കാവൽ സിനിമയുടെ ഒഫീഷ്യൽ സിനോപ്സിസ് വന്നിട്ടുണ്ട്. 2010കളുടെ തുടക്കത്തിൽ കോട്ടായിക്കോണം എന്ന ശാന്തമായ ഗ്രാമത്തിൽ കേരള പോലീസ് നടത്തുന്ന ഒരു പതിവ് അന്വേഷണം നിസ്സാരമെന്ന് തോന്നിക്കുന്ന സൂചനകളുടെ ഒരു നിര ഞെട്ടിപ്പിക്കുന്ന കേസുകളുടെ ഒരു ശൃംഖലയായി മാറുമ്പോൾ അപ്രതീക്ഷിത വഴിത്തിരിവിലെത്തുന്നു. ഈ അന്വേഷണം താമസിയാതെ തമിഴ്നാട്ടിൽ കടക്കുകയും വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ദുരൂഹതകൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. 2 മണിക്കൂറും 19 മിനിറ്റുമാണ് കളങ്കാവൽ സിനിമയുടെ ഡ്യൂറേഷൻ. ഇന്ദ്രജിത്തിൻ്റെ ധീരം സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് കൊടുത്തിട്ടുള്ളത്. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 31 മിനിറ്റുമാണ്. നാളെയാണ് സിനിമയുടെ റിലീസ്. ധീരം സിനിമയുടെ സിനോപ്സിസ് വന്നിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് ഒരു കൊലപാതക കേസിലെ പ്രതിയെ ഏറ്റുമുട്ടലിനിടെ ACP സ്റ്റാലിൻ ജോസഫ് വെടിവെച്ച് കൊല്ലുന്നു. ഈ സംഭവം അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു. കോഴിക്കോട് ഒരു ശനിയാഴ്ച രാത്രി മുൻ IG-യുടെ യുവപുത്രൻ ഷോപ്പിംഗ് മാളിലെ പാർക്കിങ്ങിൽ വെച്ച് കൊല്ലപ്പെടുന്നു. സ്റ്റാലിൻ ജോസഫ് ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നു. ഈ ഒരു സിനോപ്സിസിൽ പറയുന്നത് പോലെ സ്റ്റാലിൻ ജോസഫ് എന്ന ACP കഥാപാത്രമായിട്ടാണ് ഇന്ദ്രജിത്ത് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്.